വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്പത്ത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? ശരിയായ വിധത്തിൽ അത് സ്വരൂപിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്നവർ മഹാഭാഗ്യവാന്മാർ തന്നെയാണ്. പണക്കാരന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഈ കർമ്മത്തിന് വൻ പ്രതിഫലം തന്നെ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു സംഖ്യ സക്കാത്തായി നൽകിയാൽ അതേ സംഖ്യ വെറും ദാനമായി നൽകുന്നതിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണ്. ഉദാഹരണമായി, ഒരാൾ 1000 രൂപ സക്കാത്തായി നൽകുന്നു, എന്നാൽ അവന് 70,000 രൂപ ദാനം ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ധാരാളം ഭൗതികവും പാരിത്രികവുമായ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നു. ശരീരത്തിൻ്റെയും സ്വത്തിനെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് സക്കാത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖബറിലും പരലോകത്തും സിറാത്തിലും സക്കാത്ത് വെളിച്ചമായി പരിഗണിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നിന്നും നമുക്ക് കാണാം, നിസ്കാരം ക്രമപ്രകാരം നിർവഹിക്കുക, യഥാവിധി സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നിവ കൊണ്ട് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വല്ലവനും സക്കാത്ത് കൊടുത്തു വീട്ടുന്നില്ലെങ്കിൽ അവൻ്റെ നിസ്കാരത്തിന് ഫലമില്ല എന്നുള്ളത്. അതുപോലെ അബൂ ഹുറൈറയിൽ നിന്നുള്ളൊരു ഹദീസ് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏതൊരാളിൻ്റെയും നിക്ഷേപം അന്ത്യനാളിൽ കഷണ്ടി ബാധിച്ച ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും എന്നുള്ളത്. ആ സമ്പത്തിൻ്റെ ഉടമ ആ സർപ്പത്തിൽ നിന്നും ഭയന്ന് വിറച്ചോടും. ആ സർപ്പം അവനെ അന്വേഷിച്ച് പിന്തുടരും. അവൻ്റെ വിരലുകൾ അവസാനം അതിൻ്റെ വായിൽ അകപ്പെടും എന്നുള്ളത്. പിന്നീട് മറ്റൊരു ഹദീസ് നോക്കുകയാണെങ്കിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന സൽക്കർമ്മം പറഞ്ഞു തരൂ മുത്തുനബിയെ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കുക, നിസ്കാരം നിലനിർത്തുക, കുടുംബബന്ധം ചേർക്കുക, സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ള 4 കാര്യങ്ങളാണ്. മറ്റൊരു ഹദീസിൽ നിന്നും നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധർമ്മിഷ്ഠൻ അള്ളാഹുവിനോടും സ്വർഗത്തോടും ജനങ്ങളോടും അടുത്തിരിക്കുകയും നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിശുക്കനാണെങ്കിലോ അള്ളാഹുവിനോടും ജനങ്ങളോടും വിദൂരത്താവുകയും നരകത്തിനോട് അടുത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, എല്ലാ പ്രഭാതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വരും. ഒരു മലക്ക് ഇങ്ങനെ ദുആ ചെയ്യും, അള്ളാഹുവെ, സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കുന്നവന് വർധനവിലൂടെ നല്ല പ്രതിഫലങ്ങൾ നൽകണമേ.